ഹായ്, വെൽക്കം ടു അക്ഷിത വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് BMRലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പെരുന്നാളൊക്കെ ആയിട്ട് നോയമ്പാണ് എല്ലാവരും. അപ്പോൾ സാധാരണ നമ്മൾ നോയമ്പൊന്നും എടുത്തിട്ടില്ല, എന്നാലും ഒരു എന്തൊക്കെയാണ് കഴിക്കുക എന്നൊക്കെ അറിയാനുള്ളൊരു ഇത്. അപ്പോൾ ഇവിടെ നോയമ്പിൻ്റെ ഒരു ഇതാണ്, പാക്കേജ് പോലെ 17 റിയാലാണുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം നമ്മൾ കുറച്ച് പേര് ഓഫുള്ളവരൊക്കെ ആയിട്ട് പോയതാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ തന്നെ 2 രീതിയിൽ, അതായത് ഹോളുണ്ട് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്നത്, പിന്നെ നമുക്ക് പേഴ്സണലി ഫാമിലിയായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണം എന്നുള്ളൊരു BMRൽ ആദ്യമേ വിളിച്ചിട്ട് നമുക്ക് ഇത് വേണമെന്ന് ബുക്ക് ചെയ്യണം, എന്നാലേ അവർക്ക് അത്രയും കിറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒരു ട്രേയും, പിന്നെ ചായക്കടി അങ്ങനത്തെ കടിയുടെ ഒരു ട്രേയും, പിന്നെ 2 തരം ജ്യൂസ്, ഒരു ലെമണും മിൻറ്റും ഫ്ലേവറിലും, പിന്നെ മറ്റേത് ഒരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ആയിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, റവ ഇട്ടിട്ട് കുറുക്കണ ആ ഒരു തരിക്കഞ്ഞിയില്ലേ, അതും ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സിൽ തണ്ണിമത്തൻ, ആപ്പിള്, എന്താ പറയുക, മുന്തിരി, ഡേറ്റ്സ്, പിന്നെ മുസാമ്പി, അത്രയാണ് ഉണ്ടായിരുന്നത്. ചായക്കടിയായിട്ട് സമൂസ ഉണ്ടായിരുന്നു, ഉന്നക്കായ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഉള്ളി ബജ്ജി എന്നും പറയാൻ പറ്റില്ല, ഉള്ളിവട എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. അത്രയത്തിനുമാണ് 17 റിയാൽ. അത് നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്താലേ അവരത് പ്രിപ്പയർ ചെയ്ത് തരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയും കഴിച്ചപ്പോൾ ഏകദേശം വയറൊരിതായി. പിന്നെ നമ്മൾ അപ്പം, പത്തിരി, പിന്നെ കലത്തപ്പം, അത്രയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ആദ്യം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് ബീഫ് ചട്ടിക്കറിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഡ്രാഗൺ ചിക്കൻ ആകുമ്പോഴാണ് ഈ ഡ്രം സ്റ്റിക്ക് ഇവർ ഇങ്ങനെയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ അതിനകത്ത് നിറച്ച് എന്താ പറയുക, ബട്ടർ ഉണ്ടാവും. ആ ബട്ടർ നല്ലപോലെ മെൽറ്റ് ചെയ്ത് ആ ചിക്കനിലോട്ട് ഒബ്സോർബ് ആവും. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞിക്കോഴി ചിക്കനാണ്, പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അത്രയായിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഓർഡർ ചെയ്തു. കുറച്ച് പേര് നമ്മുടെ എന്താ പറയുക, വേറൊരു ഐസ്ക്രീം വിത്ത് ഒരു കേക്കിൻ്റെ അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.